കൂലിപ്പണിയൊക്കെ എടുക്കുന്ന ഒരു കർഷകൻ, അമ്മയും കൂലിപ്പണിക്കൊക്കെ പോകുന്ന ഒരു സാധാരണ ഫാമിലി. ഒരു മണ്ണിൻ്റെ കട്ട കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ വീട്, അവിടെയാണ് ഞങ്ങൾ 5 മക്കളും അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരുന്നത്. അമ്മയുടെ 42ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ മൂത്ത സഹോദരിക്ക്, എൻ്റെ മരുമകൾക്ക് എന്നേക്കാൾ 1 വയസ്സ് കൂടുതലാണ്. രണ്ടാമത്തെ ഏച്ചിയുടെ ഏരമം എന്നൊരു സ്ഥലത്താണ് കല്യാണം കഴിച്ചു കൊണ്ടത്. മൂന്നാമത്തെ ഏച്ചി അവരിവിടെ അടുത്ത് വെള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കല്യാണം കഴിച്ചു കൊണ്ടത്. ഞങ്ങളൊക്കെ വളരെ സാധാരണക്കാരാണ്, പക്ഷേ ജീവിതത്തിൽ ആഗ്രഹിച്ചൊന്നും കിട്ടാതെ വളർന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. അടിസ്ഥാനപരമായ ഒരു സൗകര്യമില്ലാത്തൊരു വീടാണ് എൻ്റെ വീട്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കറണ്ടില്ല, കിണറില്ല, ടോയ്ലറ്റ് പോലും ഇല്ല. അങ്ങനെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ 16ാമത്തെ വയസ്സിൽ അച്ഛൻ ക്യാൻസർ ബാധിതനായി മരണപ്പെട്ടു. സഹോദരിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ചെറിയൊരു ജീവിതം. ഞങ്ങൾക്ക് അവരെ സഹായിക്കാനോ അവർക്ക് ഞങ്ങളെ സഹായിക്കാനോ പറ്റാത്തൊരു സിറ്റുവേഷൻ. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് പിന്നീട് ഏട്ടനായിരുന്നു. നിർഭാഗ്യവശാൽ ഏട്ടൻ അസുഖബാധിതനായി കുറേ വർഷം കിടപ്പിലായി, അദ്ദേഹം മരണപ്പെട്ടു. പക്ഷേ ജീവിതത്തിൽ ആകെ പ്രതിസന്ധിയിൽ നിൽക്കുന്നൊരു സമയത്ത് ഒരുപാട് മേഖലകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അന്നത്തെ ജീവിതത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ പോയി പല മേഖലകളിൽ പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പഴയ വീട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ വീടായിരുന്നു. ഏറ്റവും മോശം വീട് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളുടെ വീടായിരുന്നു. ഈ ബിസിനസ് വരുന്നതിന് മുന്നേ ഒരു മെഡിക്കൽ റപ്പായിരുന്നു. ഹോട്ടൽ പണി മുതൽ മെഡിക്കൽ റപ്പ് വരെയുള്ള ജോലികൾ ചെയ്തതാണ്. അങ്ങനെയാണ് ഷജീദ് സാറിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വന്ന് ഈ കമ്പനിയെക്കുറിച്ചും ഈ പ്രൊഡക്റ്റിനെ കുറിച്ചും പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും കരുതിയില്ല ഇതെൻ്റെ ജീവിതം മാറുന്ന ഒരു അവസരമാണ് എന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഞാനത് വലിയ വാല്യൂ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ. കാരണം എനിക്ക് ഈ ഇൻഡസ്ട്രിയെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയൊന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം മണി ചെയിൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഈ സമൂഹത്തിലെ കൂടുതൽ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടിലും ഇതൊരു മണി ചെയിൻ പോലത്തെ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനോട് വലിയ താല്പര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിടാതെ നിരന്തരമായിട്ടുള്ള ഒരു നിർബന്ധം ആണ് ഒരുപക്ഷെ ഈ ഒരു കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ ഒരു പ്രോഗ്രാം കേൾക്കാനും ഒക്കെ എനിക്ക് കാരണമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എനിക്കൊരു കോള് വരികയാണ്. ഒരു ലേഡിയാണ് ഞാൻ വിളിക്കുന്നത്. അവരെന്നോട് പറഞ്ഞു, എൻ്റെ പേര് സന്ധ്യ എന്നാണ്. എൻ്റെ വീട് കൂത്തുപറമ്പാണ്. ഞാൻ സാറിൻ്റെ ടീമിലുള്ള നിങ്ങളുടെ അപ്ലൈനാണെന്ന് പറഞ്ഞു. അങ്ങനെ സന്ധ്യ മാഡത്തിൻ്റെയും ഷജീദ് സാറിൻ്റെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ GTS-നൊക്കെ പങ്കെടുക്കുന്നത്. അന്ന് GTS-ൽ ഒരു പക്ഷേ 10, 15, 20 ആളുകൾ മാത്രം പങ്കെടുത്തിരുന്നൊരു സമയം. ഞാൻ ആദ്യമായിട്ടൊരു GTS കേട്ടത് തളിപ്പറമ്പ് വെച്ചിട്ടാണ്. ആ GTS അന്ന് കൈകാര്യം ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് SITയുടെ ഏറ്റവും പ്രൗഡ് ഗ്രേറ്റ് ലീഡർ ബിജോഷ് മാത്യു സാറായിരുന്നു. അന്ന് പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി എത്തിയിരുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത് നമ്മുടെയൊക്കെ വെണ്ടർ, ദി ഫൗണ്ടർ ഓഫ് സൺഡേ റാഷ് ടീം, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട MS പ്രസാദ് സാറായിരുന്നു. പക്ഷെ ആ പ്രോഗ്രാം കേട്ടപ്പോൾ ഞാൻ ഇതിനെ ഒരു വലിയൊരു സീരിയസ് ആയി എടുത്തിരുന്നില്ല. അന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതായിരുന്നു, ജോലി ചെയ്താൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊറ്റ തിരിച്ചറിവ്. എനിക്കത് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. അല്ലാതെ ഇതിൻ്റെ പ്ലാനോ ഇതിൻ്റെ 2-10 അതൊന്നും എനിക്കൊരു മോട്ടിവേഷൻ ആയിരുന്നില്ല. ജോലി ചെയ്താൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല.
അത് വ്യക്തമായി ഒരുപക്ഷെ ഇന്ന് GTS എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഞാനിതിനൊരു ഗൗരവത്തിൽ എടുക്കാനോ സീരിയസ് ആയി കാണാനോ ഒന്നും തയ്യാറായിരുന്നില്ല. ജീവിതത്തിൻ്റെ ഗതികേടിൽ ഒരുപാട് സമയം കയ്യിൽ പൈസ ഇല്ലാത്തതിൻ്റെ സമയത്ത് തുടക്കത്തിലൊക്കെ റീറ്റെയിൽ ചെയ്ത് മുന്നോട്ട് പോയിരുന്ന ഒരു കാലം. ഒരു 2017 ആകുമ്പോഴാണ് ഞാൻ ഇതിനെ സീരിയസ് ആയി എടുക്കുന്നത്. അതുവരെ ഞാൻ റീറ്റെയിലൊക്കെ ചെയ്ത് നടന്നിരുന്ന ഒരാളാണ്. ഒത്തിരി ആളുകളോട് പ്രൊഡക്റ്റ് ചോദിച്ചപ്പോൾ വാങ്ങാതെ ഒഴിവാക്കി വിട്ട എത്രയോ ആളുകളുണ്ട്. പക്ഷെ ചില ആളുകൾ ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില ആളുകളുണ്ടാവും. അവരൊരുപക്ഷെ നമ്മുടെ രക്തബന്ധമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ അയൽവാസികളായിരിക്കും. ആ വ്യക്തികൾ ഒരുപക്ഷെ എൻ്റെയും നിങ്ങളെയും അവർ നമ്മളോട് നോ എന്ന് പറയില്ല, അല്ലെങ്കിൽ നോ എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. അങ്ങനെ നോ പറയാൻ പറ്റാത്ത ചില സുഹൃത്തുക്കൾ. അതിലൊരു സുഹൃത്ത് എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്, ഗ്രേറ്റ് ലീഡർ, നാഷണൽ ടീം കോർഡിനേറ്റർ അനന്തനാരായണൻ സാഹിബ്. എൻ്റെ ബന്ധുക്കളും എൻ്റെ നാട്ടുകാരൊന്നും എൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങാതിരുന്ന സമയത്ത് എന്നോട് വളരെ കൂടുതൽ ഒരുപക്ഷെ ആ സമയത്ത് നന്നായി പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അനന്തനാരായണൻ സാർ. അങ്ങനെ റീറ്റെയിൽ ചെയ്യുന്ന ചെറിയ വരുമാനത്തിലൂടെ കിട്ടുന്ന ശമ്പളം, ആ ശമ്പളവും ഈ റീറ്റെയിൽ വരുമാനം കൊണ്ട് ഒപ്പിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ബിസിനസ് കരിയറായി ഏറ്റെടുക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ 2 വ്യക്തികളെ ഞാൻ എന്ന് കാണാൻ തുടങ്ങിയ അന്ന് മുതലാണ്. ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നത് ഈ 2 പേർക്കാണ്. അത് എൻ്റെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡർ പ്രിയേഷ് സാർ, എൻ്റെ പ്രിയപ്പെട്ട